ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബോ ചെയ്താലോ? ഇത് ഹെയർ ബോയാണ്. ഞാൻ അലിഗേറ്റർ ക്ലിപ്പിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് 2 ഇഞ്ചിൻ്റെ ഗ്രോസ് ഗിയർ റിബൺ ആവശ്യം. ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് 18 സെൻറ്റിമീറ്ററിലും ഒന്ന് 24 സെൻറ്റിമീറ്ററിലും ഡബിൾ കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡബിൾ കളർ ചൂസ് ചെയ്യാം. പിങ്ക് ചൂസ് ചെയ്യാം, പിങ്കും ബ്ലൂവും എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡബിൾ കളർ ചൂസ് ചെയ്തേക്കാം. അപ്പോൾ ഗ്രീൻ ഞാൻ 24ഉം റെഡ് ഞാൻ 18 സെൻറ്റിമീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. റിബൺ എപ്പോഴും എടുക്കുമ്പോൾ 2 സൈഡ് കട്ട് ചെയ്യുന്ന പോർഷൻ നന്നായി ഉരുക്കി തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ അത് ഡാമേജ് ആവാതെ ഇരിക്കുകയുള്ളൂ. എന്നിട്ട് സെൻറ്റർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതൊന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ഉരുക്കേണ്ട. ജസ്റ്റ് ആ ഒരു ഫോൾഡിങ് നമുക്ക് ആ ഒരു മടക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒത്തിരി ഉരുക്കിയും കളയണ്ട. ഇനി ഈ മടക്ക് നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കുക. ഈ ഫോൾഡിൻ്റെ ഇതുപോലെ സെൻറ്ററിലേക്ക് ആ എഡ്ജ് ആ സെൻറ്ററിൽ തന്നെ ഇതുപോലെ ഒന്ന് തട്ടി നിൽക്കണം. ആ ബാലൻസ് വരുന്ന ആ ലെങ്തില്ലേ അതിനെ ബാക്കിലോട്ടൊന്ന് മടക്കിയെടുക്കുക. നമ്മളെപ്പോഴും ഹെയർ ബോ ചെയ്യുമ്പോൾ അറിയേണ്ടത് ഫോൾഡിംഗ് ആണ്. അത് ഇളകി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ മുട്ടപ്പിന്നോ എന്ത് വേണോ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ മടക്കിൽ ഈ ഫോൾഡിങ് നമ്മൾ കറക്റ്റ് അറിഞ്ഞേക്കുക. ആ എഡ്ജ് വന്ന് ആ സെൻറ്ററിൽ നിൽക്കുക. ബാലൻസ് നമ്മൾ പുറകിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ആ ഫോൾഡിങ് നമ്മുടെ കറക്റ്റ് ആ ഒരു റിബണുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കും. അതാണ് നമ്മൾ കറക്റ്റായി ചെയ്യുന്നത്. ഇതുപോലെ അപ്പോൾ 2 സൈഡും ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങ് നിന്നോളും കേട്ടോ. ഇതുപോലെ ഒന്ന് കൊടുക്കുക. ഇനി അടുത്തത് അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സെൻറ്ററിലുള്ള ആ റെഡ് അത് നമുക്ക് വളരെ എളുപ്പമാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആ 2 എഡ്ജും അതും ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. ഉരുക്കിയെടുത്തില്ലെങ്കിൽ ആ റിബൺ ആയതുകൊണ്ട് അതിങ്ങനെ വിട്ടുവരും. അത് നൂലില്ലേ ഇളകി വരും, ത്രെഡ് ഇളകി വരും കേട്ടോ. ഇനി ഇതും അതുപോലെ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഇതിൻ്റെ വേറൊരു രീതി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ആ ഫോൾഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മടക്കില്ലേ, അതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, ഉരുക്കുന്നത്. സെൻറ്റർ ഇതുപോലെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഒരു വി ഷേപ്പിൽ നിൽക്കും. അതിനെ തിരിച്ച് മടക്കുക. ആ പുറത്തേക്ക് ആ നീളത്തിൽ നിൽക്കുന്ന പോർഷന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക ഒരു സൈഡ്. എന്നിട്ട് അവിടെ ഒരു ചെറിയ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുത്താലും എൻ്റെ കയ്യിൽ പെട്ടെന്നുണ്ടായിരുന്നത് ഞാൻ അങ്ങ് കൊടുത്തു. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡും പറയുക അതുപോലെ ഒന്ന് നമ്മളിപ്പം മടക്കി അതുപോലെ ഒന്ന് മടക്കുക. ഇനി ആ നീളത്തിൽ നിൽക്കുന്നില്ലേ നമ്മളിപ്പോൾ മടക്കിയ പോർഷനില്ലേ അതിനെ ബാക്കിലേക്ക് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ബാക്കിലേക്ക് മടക്കിയെടുക്കുക. ഇപ്പം ശരിക്കും ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ നിൽക്കും കേട്ടോ. വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കും. നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി ആ കണ്ടില്ലേ ഇത്രയും ലെങ്ത് നമുക്ക് ബാലൻസ് വരും കേട്ടോ. ആ ബാലൻസ് വരുന്നതിന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഈ ബാലൻസിനെ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ്, കാരണം അത് ഇളകി വരാതിരിക്കാനായിട്ട്. ഇനി അതിനെ ഈ ഗ്രീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി ഇതിനെ എന്ത് ചെയ്യുക, ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അകത്തേക്കാണ് നിൽക്കേണ്ടത്. അത് നമ്മൾ ചെയ്യുമ്പോൾ അകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് എഡ്ജ് തൊട്ട് നന്നായിട്ട് നമ്മൾ അതിനൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതിനെ ടൈ ചെയ്തെടുത്താൽ മാത്രം മതി. കാരണം ഇത് മടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സെൻറ്ററിൽ വരുമ്പോൾ. കാരണം 2 ലെയറൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ശ്രദ്ധിച്ചെടുത്താൽ മതി കേട്ടോ. കയ്യിലൊക്കെ കൊള്ളാതെ ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിത് പല കളറിൽ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക്. പിന്നെ ഇത് ഗ്രോസ് ഗിയർ റിബൺ തന്നെ വേണമെന്നില്ല. നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഒരു റോളൊക്കെ ഒരുമിച്ച് മേടിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുള്ളത് കേട്ടോ. അല്ലാതെ നമ്മൾ നോർമലി ആരും വാങ്ങിച്ചിങ്ങനെ സ്റ്റോക്ക് ചെയ്യില്ല. അപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് മീറ്റർ കണക്കിന് നമ്മുടെ സാറ്റിൻ റിബൺ വാങ്ങിക്കാൻ കിട്ടും. ഇത്രയും റേറ്റ് ഇല്ല. ഗ്രോസ് ഗിയർ റിബണ് കുറച്ച് റേറ്റ് കൂടുതലാണ്. സാധാ റിബൺ വാങ്ങിച്ചായാൽ നമുക്കിതിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനൊന്ന് നന്നായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ അകത്തേക്ക് വന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പോർഷനും കൂടെ ഞാൻ ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുക. അതാണ് ഇതുപോലെ സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ കൊണ്ട് അപ്ലൈ ചെയ്യുക. സാധാരണ നമ്മുടെ ഗ്ലൂവും വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് ഒന്നും ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുത്താൽ മതി. അത് നല്ല ഇതായിട്ട് വരും. നോക്കി
ഇനി ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് നമുക്കറിയാം, ഇനി അടുത്ത് അതിൻ്റെ സെൻറ്റർ കവർ ചെയ്തെടുക്കുക. ഞാൻ ഗ്രീൻ തന്നെ എടുത്തു, ഗ്രീൻ കളർ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു റിബൺ. അതിനുശേഷം അതിനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കിയെടുത്തതിന് ശേഷം ഇത് മടക്കുമ്പോൾ നല്ല നീറ്റായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യുമ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ 4ആയിട്ട് കവർ ചെയ്യുക, 2 എഡ്ജിലും ഒന്ന് ജസ്റ്റ് ഉരുക്കി അതെടുക്കുക. അപ്പോഴേക്കും ഉരുക്കി എടുക്കുമ്പോൾ മടക്കത പോലെ നിൽക്കും ആ ഫോൾഡിങ്. ഇനി അതിൻ്റെ സൈഡ് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഉരുക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് ഉരുക്കരുത്, ജസ്റ്റ് നമുക്ക് ആ ഒരു മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനെ കവർ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ടിരിക്കും. ഇനി ആ സെൻറ്ററിലേക്ക് എന്താ പറയുക, പുറകിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചൂടോടെ ഉരുകിയിരിക്കുന്നിടത്ത് കൈ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൈ നന്നായി ഉരുകും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം കേട്ടോ, പൊള്ളിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ബാക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് അങ്ങ് പേസ്റ്റ് ചെയ്യുക. കണ്ടോ? ഇനി പുറകിലേക്ക് ഞാനൊരു നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ ഫെൽറ്റ് ഷീറ്റ് പല കളറിലുണ്ട്. ഞാൻ ബ്ലാക്കാണ്, കാരണം ബ്ലാക്ക് തലയിൽ വയ്ക്കുമ്പോൾ അറിയില്ല, ഹെഡിൽ വയ്ക്കുമ്പോൾ അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി എന്നിട്ട് അലിഗേറ്റർ ക്ലിപ്പും കൂടി കൊടുക്കുക. ഈ അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് സെയിം റിബൺ കൊണ്ട് കവർ ചെയ്തും എടുക്കാം. ഞാൻ പിന്നെ എന്താ പറയുക, നമ്മളുടെ ഇഷ്ടമാണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെ വരുമ്പോൾ എൻ്റെ കയ്യിൽ ചെറുതില്ലായിരുന്നു, ഇനി വലുത് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ മടിച്ചിട്ടാണ് ഏട്ടാ ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ബ്ലാക്ക് കുറച്ച് പുറത്തേക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുത്താൽ നമുക്ക് ആ പുറത്തേക്ക് ഈ ഫെൽറ്റ് ഷീറ്റ് കാണാതിരിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉരുക്കിയാൽ മതി, പിന്നെ നമുക്കത് കാണാൻ പറ്റില്ല കേട്ടോ. കണ്ടോ? ഇനി ഞാൻ അവിടെ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം സെൻറ്ററിലൊന്ന് ഒരു കവറിങ് കൊടുക്കുക. നമ്മളുടെ കയ്യിൽ ഗോൾഡൻ സിൽവറോ എന്തുണ്ടെങ്കിലും എന്തോ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കവിടെ പേള് കൊടുത്തോ ഒരു ചെറിയ പാച്ചസ് കൊടുത്തോ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക. നമുക്കിതുപോലെ ഈ ഷീറ്റ് മേടിക്കാൻ കിട്ടും. ഇതുപോലെ നമുക്കിത് എത്ര വീതിക്ക് വേണോ കട്ട് ചെയ്തെടുക്കാം, 2 ലെയറോ 3 ലെയറോ. ഞാനത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തേ കേട്ടോ. ഫുൾ വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഞാൻ ഫുള്ള് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് കട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നമ്മൾ ഒട്ടിച്ചതിലുള്ള എന്തെങ്കിലും റിബണോ ഒക്കെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പുറകിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, നിൽക്കുന്ന ആ ഫെൽറ്റ് ഷീറ്റിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഉരുക്കി വൃത്തിയാക്കി നല്ല നീറ്റായി കൊടുക്കുക. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ നീറ്റ് ഫിനിഷുമാണ്. നമുക്ക് കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.